സമൂഹത്തിൽ ഇടയ്ക്കിടെ ചർച്ചയ്ക്ക് വരുന്ന പലതരം അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുമുള്ള ഒരു വിഷയമാണ് LGBTQIA+ എന്നുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ബ്രൈറ്റ് കേരളൈറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കാണാനിടയായി. അതിനോടുള്ള പ്രതികരണമായിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ബ്രൈറ്റ് കേരളൈറ്റ് എന്നുള്ള ചാനൽ പലപ്പോഴും പല വിഷയങ്ങളുടെയും സയൻസ് ഡിസ്കസ് ചെയ്യുന്ന, നിരീശ്വരവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പലതരം ചർച്ചകൾ നടത്തുന്ന ഒരു ചാനലാണ്. അതിൽ അദ്ദേഹം ഈ LGBT, അതിൽ തന്നെ പ്രത്യേകിച്ചും ഹോമോസെക്ഷുവാലിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ ശാസ്ത്രീയമായി ഒന്ന് വിശദീകരിക്കാനുള്ള ശ്രമമാണ് ആ വീഡിയോയിലൂടെ അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അതിനെക്കുറിച്ചാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. LGBT എന്ന് പറഞ്ഞാൽ കേവലം ഈ പറഞ്ഞ ഹോമോസെക്ഷുവാലിറ്റി എന്നുള്ളത് മാത്രമല്ല, അതിൽ പല സെക്ഷൽ ഓറിയൻറ്റേഷൻ കൂടാതെ ജെൻഡർ ഐഡൻറ്റിറ്റിയും അതേപോലെ തന്നെ ഇൻ്റർസെക്സ് പോലെയുള്ള ശാരീരികമായ വ്യത്യാസങ്ങളടക്കം പലതും അടങ്ങുന്ന ഒരു അംബ്രല ടേമാണ് LGBT എന്ന് പറയുന്നത്. ഈ വീഡിയോയിൽ പ്രത്യേകിച്ചും നമ്മൾ ഹോമോസെക്ഷുവാലിറ്റി, അതിൻ്റെ സയൻസ് എന്നുള്ളതാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇതിൻ്റെ ട്രാൻസ്ജെൻഡറിസവും മറ്റു വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് പഠനങ്ങളും അതുപോലെ തന്നെ ഡിബേറ്റുകളും ഒക്കെ നമ്മുടെ ചാനലിൽ ഓൾറെഡി അവൈലബിൾ ആണ്. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തയായിട്ടുള്ള LGBT ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ശീതൽ ശ്യാമുമായി ഇത്തരം വിഷയങ്ങളിൽ പ്രത്യേകിച്ചും ട്രാൻസ്ജെൻഡറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരിട്ട് നമ്മൾ നടത്തിയിട്ടുള്ള ഡിബേറ്റ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള പലതരം ചർച്ചകളും നമ്മുടെ ചാനലിൽ ഓൾറെഡി ഉണ്ട്. മറ്റ് വിഷയങ്ങൾ ഇത്തരം വീഡിയോകളിലുണ്ട് എന്നുള്ളതുകൊണ്ട് ഇവിടെ ആവർത്തിക്കുന്നില്ല. ഇവിടെ ബ്രൈറ്റ് കേരളൈറ്റ് എന്ന് പറയുന്ന ചാനൽ നടത്തുന്ന അദ്ദേഹം നടത്തിയിട്ടുള്ള ക്ലെയിമുകൾ അത് എത്രത്തോളം ശാസ്ത്രീയമാണ് എന്നുള്ള ഒരു പരിശോധനയാണ് നമ്മൾ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ എനിവേ അദ്ദേഹം പ്രധാനമായും പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് വളരെ നാച്ചുറലാണ്, അതേപോലെ തന്നെ അത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. അതിനായി അദ്ദേഹം പല തെളിവുകൾ ഉദ്ധരിക്കുന്നുണ്ട്. ആ തെളിവുകൾ ഓരോന്നും എന്താണ് എന്ന് പരിശോധിച്ച് നോക്കുക, എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമതായി അദ്ദേഹം ചെയ്യാൻ ശ്രമിക്കുന്നത് ഹോമോസെക്ഷുവാലിറ്റി ജെനറ്റിക് ആണ്, അതായത് ജീനിൽ തന്നെ ഹോമോസെക്ഷുവാലിറ്റിയുടെ മാർക്കേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ചില ജീനുകളിൽ തന്നെ നമുക്കത് കാണാൻ സാധിക്കും എന്നുള്ള ഒരു പഠനം ആണ് അദ്ദേഹം ഉദ്ധരിക്കാൻ ശ്രമിക്കുന്നത്. ആദ്യം നമുക്ക് അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ കേൾക്കാം. 1993 ഡീം ഹാമർ എന്ന ഗവേഷകൻ നടത്തിയ ഒരു ഗവേഷണത്തിലൂടെ ഒരു വ്യക്തിയുടെ എക്സ് ക്രോമസോമിൽ അടങ്ങിയിരിക്കുന്ന XQ28 ആ വ്യക്തിയെ ഗേ ആക്കുന്നതിൽ വലിയ പങ്കുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. അപ്പോൾ 1993 ഒരു പഠനമാണ് അദ്ദേഹം ഉദ്ധരിച്ച സയൻസ് മാഗസിനിൽ പ്രസിദ്ധീകരിച്ചതാണ്. ഡീൻ ഹോമറാണ് അത് നടത്തിയിട്ടുള്ളത്. അതിൽ പറഞ്ഞത് XQ28 എന്തുണ്ട്, ഹോമോസെക്ഷുവാലിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജീൻ ഉണ്ട് എന്നുള്ളതാണ്. എക്സിൻ്റെ Q8 അതുണ്ട് എന്നുള്ളതാണ്, അതിലേക്ക് നയിക്കുന്ന ഫാക്ടേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇത് 1993 നടന്നിട്ടുള്ള പഠനമാണ്. പ്രിയപ്പെട്ട സുഹൃത്ത് ഒരിക്കലും വളരെ ബോധപൂർവം പിന്നെ അബദ്ധം കാണിച്ചു അല്ലെങ്കിൽ തട്ടിപ്പ് കാണിച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ടായിരിക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 93 ഈ സ്റ്റഡീസ് പിന്നീടുള്ള സ്റ്റഡീസ് കൊണ്ട് തള്ളിപ്പോയിട്ടുണ്ട്. 93 സ്റ്റഡീസാണ് സുഹൃത്ത് ഉദ്ധരിച്ചതെന്നുണ്ടെങ്കിൽ 1993 സയൻസ് മാഗസിനിൽ പ്രസിദ്ധീകരിച്ചതാണ് സുഹൃത്ത് ഉദ്ധരിച്ചതെന്നുണ്ടെങ്കിൽ 1999 ഇതേ സയൻസ് ജേർണലിൽ തന്നെ, സയൻസ് മാഗസിനിൽ തന്നെ നമുക്ക് മറ്റൊരു പഠനം കാണാൻ സാധിക്കും. നിങ്ങൾക്ക് കാണാം. അതിൻ്റെ ഓരോന്നിൻ്റെ പഠനത്തിൻ്റെ റെഫറൻസ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. മെയിൽസ് ഹോമോസെക്ഷുവാലിറ്റി, ആബ്സെൻസ് ഓഫ് ലിങ്കേജ് ടു മൈക്രോ സാറ്റലൈറ്റ് മാർക്കേഴ്സ് അറ്റ് XQ28 എന്ന് പറഞ്ഞുള്ള പഠനം 1999 ആണ്, ഏപ്രിൽ 23 സയൻസിലാണ് അത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പം 93 പഠനം 99 പഠനം കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളത് വളരെ കൃത്യമായി കൊണ്ട് തന്നെ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല അതിനുശേഷം അതിൻ്റെ ഫോളോ അപ്പ് സ്റ്റഡീസ് ആയിക്കൊണ്ട് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റഡീസ് ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. 99 തന്നെ ജെയം ബെയ്ലിയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ നടത്തിയിട്ടുള്ള പഠനം, അതേപോലെ തന്നെ 2000 മക്നൈറ്റും അതുപോലെ തന്നെ മാൽക്കോമും നടത്തിയിട്ടുള്ള പഠനം, ഇതിലൊക്കെ ഇത്തരത്തിലുള്ള XQ28 ലിങ്കേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ഇല്ല എന്നുള്ള ഒരു കാര്യം നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും. മാത്രമല്ല നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ 2019 ആണ് MITയുടെ വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഈ ഹോമോസെക്ഷുവാലിറ്റിയും ജെനറ്റിക്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠനം, വളരെ ഹ്യൂജായ സ്റ്റഡി നടന്നിട്ടുള്ളത്. അതിലും വളരെ എല്ലാവർക്കും നമുക്ക് അറിയുന്നത് പോലെ ദർ ഇസ് നോ സിംഗിൾ ഗേ ജീൻ എന്നുള്ള പേരിൽ നമ്മളെല്ലാവരും വളരെയധികം വായിച്ചിട്ടുള്ള ഒരു വാർത്തയാണത്. അതിലും ഇത്തരത്തിലുള്ള XQ28മായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അത്തരം ലിങ്കേജിനെ നിഷേധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എനിവേ നമുക്ക് മനസ്സിലാകുന്നത് 1993 ഒരു സ്റ്റഡിയാണ് അദ്ദേഹം ഉദ്ധരിച്ചത്. അതിനുശേഷം 99 തന്നെ വീണ്ടും നടന്ന സ്റ്റഡീസും 2000 2019 ഒക്കെ നടന്നിട്ടുള്ള സ്റ്റഡീസ് അതിനെ നിഷേധിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. 93 അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിൽ അവസാനിപ്പിക്കരുത് നമ്മുടെ ശാസ്ത്ര പഠനം. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ കൂടുതൽ പഠിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. പിന്നീട് വന്ന സ്റ്റഡീസിൽ നിന്നും അത് നിരാകരിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും പഴയ സ്റ്റഡീസ് ഉദ്ധരിക്കുന്നത് ശരിയല്ല എന്നാണ്. ഒരിക്കലും ബോധപൂർവം ഉദ്ധരിച്ചതായിരിക്കില്ല. അത്തരം കാര്യങ്ങൾ അപ്ഡേറ്റഡ് ആവാൻ പരമാവധി ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം പലപ്പോഴും ഇതിൽ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ LGBT പോലുള്ള വിഷയങ്ങളിൽ ഒരു നെറേറ്റീവ് മാത്രമാണ് പലപ്പോഴും
വായിക്കാനും കേൾക്കാനൊക്കെ കിട്ടുക. അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. നമ്മുടെയൊക്കെ വീഡിയോസിലൂടെയൊക്കെ പലപ്പോഴും ഈ ശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ നടത്തുന്ന തട്ടിപ്പുകളും അതേപോലെ തന്നെ ഇത്തരക്കാരായ ആളുകൾ നടത്തുന്ന മറച്ചുവെക്കലുകളുമൊക്കെ നമ്മൾ പുറത്ത് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി റെഫർ ചെയ്യണമെന്നുള്ളതാണ് പ്രിയപ്പെട്ട സുഹൃത്തിനോട് പറയാനുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ എനിവേ XQ28മായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം അതാണ്. രണ്ടാമതായി അദ്ദേഹം പിന്നെ ശ്രമിക്കുന്നത് ബ്രെയിനിൽ കാര്യമായ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. അതിനും ചില സ്റ്റഡീസ്, അതായത് ഹോമോസെക്ഷൽ ആളുകളുടെ ബ്രെയിനും അല്ലാത്ത ആളുകളുടെ ബ്രെയിനിലും ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് ശാസ്ത്രീയമായി കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. INH3യുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി പലവട്ടം ആ വിഷയങ്ങൾ സംസാരിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എനിവേ അദ്ദേഹം അത് പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം. 1991 സൈമൺ ലെവേ എന്ന ഒരു ഗവേഷകൻ ഗേ ആയിട്ടുള്ള ആളുകളിലും ഗേകളല്ലാത്ത ആളുകളിലും സ്ത്രീകളിലും ഒരു പഠനം നടത്തി. മരിച്ചുപോയ ഗേകളുടെയും ഗേകളല്ലാത്ത ആളുകളുടെയും സ്ത്രീകളുടെയും തലച്ചോറിലാണ് അദ്ദേഹം പഠനങ്ങൾ നടത്തിയത്. ഈ പരീക്ഷണത്തിൽ നിന്നും അദ്ദേഹത്തിന് വളരെ നിർണായകമായിട്ടുള്ള ഒരു അറിവ് ലഭിച്ചു. ഗേ ആയിട്ടുള്ള ഒരു പുരുഷൻ്റെ ഹൈപ്പോതലാമസിലെ ഒരു ഭാഗമായ INAH3യുടെ വലിപ്പം താരതമ്യേന വളരെ കുറവാണ്. ഗേ അല്ലാത്ത ഒരു പുരുഷൻ്റെ ഹൈപ്പോതലാമസിലെ INAH3 എന്ന് പറയുന്നത് കുറച്ചുകൂടെ വലിപ്പമുള്ളതാണ്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ട്വിസ്റ്റ് എന്ന് പറയുന്നത് സ്ത്രീകളുടെ INAH3യുടെ വലിപ്പം അത് ഗേ ആയിട്ടുള്ള ഒരു പുരുഷൻ്റെ INAH3യുടെ വലിപ്പത്തിന് തുല്യമാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് 1991 പഠനമാണ്. വീണ്ടും പറയുന്നു, 20-ാം നൂറ്റാണ്ടിൽ നമ്മൾ ശാസ്ത്രത്തിൽ അവിടെ നിന്ന് പോകരുത്. വീണ്ടും ഇതുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ കൊടുക്കുന്നത് 2001 നടന്നിട്ടുള്ള പഠനമാണ്. 2001 ഹോർമോൺ ആൻഡ് ബിഹേവിയർ ജേർണലിൽ കൊടുത്തിട്ടുള്ള പഠനം നമുക്ക് കൃത്യമായി തന്നെ അത് പബ്മെഡിൽ അവൈലബിൾ ആണ്. ദ ഇൻഡസ്ട്രീഷ്യൽ ന്യൂക്ലിയർ ഓഫ് ഹ്യൂമൻ ആൻറ്റീരിയം ഹൈപ്പോതലാമസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് വേരിയേഷൻ വിത്ത് സെക്സ്, സെക്ഷൽ ഓറിയൻറ്റേഷൻ ആൻഡ് HIV സ്റ്റാറ്റസ്. ഈ പഠനത്തിൽ നമുക്ക് കൃത്യമായി തന്നെ ഇത്തരത്തിലുള്ള ഫൈൻഡിങ്സ്, ഹൈപ്പോതലാമസിലുള്ള INH3യിലുള്ള ഡിഫറൻസ് അത് വ്യത്യസ്തമാണ് എന്ന തരത്തിലുള്ള ഫൈൻഡിങ്സ് റിജക്റ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഒറ്റ പഠനം മാത്രമല്ല, 2003 കറന്റ് സയൻസ് ജേർണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള അതിൻ്റെയും ലിങ്ക് ഞാൻ അതിൻ്റെ കൂടെ തന്നെ കൊടുക്കുന്നുണ്ട്. സെക്ഷൽ ഓറിയൻറ്റേഷൻ ആൻഡ് ബ്രെയിൻ സ്ട്രക്ചേഴ്സ്, ക്രിറ്റിക്കൽ റിവ്യൂ ഓഫ് റീസെൻറ്റ് റിസർച്ച് എന്ന പേരിലുള്ള സ്റ്റഡീസിലും നമുക്ക് ഇത്തരത്തിലുള്ള ഹൈപ്പോതലാമസിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുള്ള, അതായത് ബ്രെയിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന സ്റ്റഡീസ് എന്ത് ചെയ്തിട്ടുണ്ട്, അത്തരത്തിലുള്ള ഫൈൻഡിങ്സ് അത് റിജക്റ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഫോളോ അപ്പ് സ്റ്റഡീസിൽ അത് റിജക്റ്റ് ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് വീണ്ടും ആവർത്തിക്കുന്നത്. അത് ബോധപൂർവമാണെന്ന് വിചാരിക്കുന്നില്ല, അറിയാത്തത് കൊണ്ടായിരിക്കാം. അതുകൊണ്ട് ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ശാസ്ത്രം തള്ളിക്കളഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ശാസ്ത്രീയമായി വാലിഡിറ്റി ഇല്ലാത്തൊരു കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ അത് ബ്രെയിനിലുള്ളതാണ്, ജെനറ്റിക്സിലുള്ളതാണ് എന്നൊക്കെ പറയാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്നാമതായി ഒരു ജെനറ്റിക് ഡിറ്റർമിനിസം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതൊക്കെ ശാസ്ത്രം തള്ളിക്കളഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ജീനിൽ ഒരു കാര്യമുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള ഒരു കാര്യമൊക്കെ ശാസ്ത്രം പലപ്പോഴും തള്ളിക്കളഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് വീണ്ടും അതിലേക്കാണ് ഇത്തരത്തിലുള്ള ആർഗ്യുമെൻറ്റുകൾ എത്തുന്നത്. അതുപോലെ തന്നെയാണ് ബ്രെയിനിലെ സ്ട്രക്ചേഴ്സിലെ ഡിഫറൻസ്. ഇത് ഉണ്ടെങ്കിൽ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഉദ്ധരിച്ച ശാസ്ത്ര പഠനത്തിൻ്റെ അവസ്ഥ നമ്മൾ പറഞ്ഞു. പക്ഷേ ഇനി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് ബ്രെയിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെയധികം പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പഠിക്കാൻ വളരെ നല്ലൊരു വിഷയമാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഏതൊരു വിഷയത്തിലാണോ ഏതൊരു കാര്യത്തിലാണോ കൂടുതൽ നമ്മുടെ ബ്രെയിനിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നത് അവിടെ അതിനനുസരിച്ചുള്ള ബ്രെയിൻ ചേഞ്ചസ് ഉണ്ടാവും. ഈവൻ ഇപ്പോൾ ഒരു ഹോമോസെക്ഷൽ ആയ അയാൾ മരിച്ചതിന് ശേഷം അയാളുടെ ബ്രെയിനിൽ സ്ട്രക്ചറൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ തന്നെ അതൊരിക്കലും പിന്നെ ഇത് ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കപ്പെടുന്ന ഒരു കാര്യമാണ്, മോറലാണ് എന്ന് പറയാനുള്ള തെളിവൊന്നല്ല. ബ്രെയിനിൽ അത്തരത്തിലുള്ള ചേഞ്ചസ് പോസിബിളാണ്. പക്ഷേ എന്നിട്ടും ഈ INH3യിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് അത് തള്ളിപ്പോയൊരു കാര്യമാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. അപ്പോൾ എനിവേ ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയും അതുപോലെ തന്നെ ജെനറ്റിക് ഡിറ്റർമിനിസം തള്ളിക്കളഞ്ഞ കാര്യമൊന്നും ഒരുപക്ഷെ LGBT ആക്ടിവിസ്റ്റുകളോ അല്ലെങ്കിൽ അതിനുവേണ്ടി ശബ്ദിക്കുന്ന ആളുകളോ അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ശാസ്ത്രം ആ രൂപത്തിലേക്കൊന്നും മുന്നോട്ട് പോയത് അവരറിയാത്തത് കൊണ്ടാണോ എന്താണോ എന്നറിയില്ല. ഇപ്പോഴും പഴയ അത്തരം കാര്യങ്ങൾ, പഴയ അതേ വാദങ്ങൾ തന്നെ ആവർത്തിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എനിവേ നിങ്ങൾക്ക് നിങ്ങളുടെ മൊറാലിറ്റി പറയാം, അത് ശരിയാണ് എന്ന വാദം പറയാം. പക്ഷേ അതിന് ശാസ്ത്രത്തെ ശരിയല്ലാത്ത രൂപത്തിൽ വ്യാഖ്യാനിക്കുന്നതും കോട്ട് ചെയ്യുന്നതും ശരിയല്ല എന്നുള്ളതാണ് ഒരു അഭിപ്രായമായി പറയാനുള്ളത്. മാത്രമല്ല അദ്ദേഹം ഇതിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ച് വരുമ്പോൾ അദ്ദേഹം തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. പലപ്പോഴും നമ്മളൊക്കെ നമ്മളുടെ വാദത്തിന് തെളിവായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം അത് കൃത്യമായി തന്നെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് നമുക്ക് ആദ്യം കാണാം. ഇരട്ടകളിൽ ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. 2 വ്യത്യസ്തമായിട്ടുള്ള ഇരട്ടകളാണ് ഉള്ളത്. ഒന്ന് ഐഡൻറ്റിക്കൽ ട്വിൻസ്, കണ്ടു കഴിഞ്ഞാൽ രണ്ടുപേരും ഒരുപോലെ തന്നെയാണ് ഇരിക്കുക. 2 പേരുടെയും DNA 100% തുല്യമായിരിക്കും. അതിൻ്റെ കാരണം
ഒരു ഒറ്റ അണ്ടത്തിൽ ഒരൊറ്റ ബീജം ഫ്യൂസ് ചെയ്തിട്ടാണ് ഇവരുണ്ടായിരിക്കുന്നത്. അങ്ങനെ ഉണ്ടായിട്ടുള്ള ആ അണ്ടം അത് 2 വ്യത്യസ്ത അണ്ടങ്ങളായിട്ട് പിന്നീട് സ്പ്ലിറ്റ് ചെയ്ത് മാറുന്നു. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് മാറിയിട്ടുള്ള ആ 2 അണ്ടങ്ങളാണ് 2 കുട്ടികളായിട്ട് മാറുന്നത്. ഇവർ ഐഡൻറ്റിക്കൽ ട്വിൻസ് ആണ്. ഇവരുടെ DNA 100% തുല്യമാണ്. രണ്ടാമത്തെ ട്വിൻസ് ആണ് ഫ്രറ്റേണൽ ട്വിൻസ്. ഫ്രറ്റേണൽ ട്വിൻസിനെ കണ്ടു കഴിഞ്ഞാൽ അവർ ഇരട്ടകളാണെന്ന് പോലും നമുക്ക് തോന്നില്ല. സഹോദരന്മാരോ അല്ലെങ്കിൽ സഹോദരിമാരാണെന്നോ നമുക്ക് തോന്നും. DNA-യിലും ഈ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം 2 വ്യത്യസ്തമായിട്ടുള്ള അണ്ടങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള ബീജങ്ങൾ ഫ്യൂസ് ചെയ്തിട്ടാണ് ഇവർ ഓരോരുത്തരും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർത്തും വ്യത്യസ്തമായിട്ടുള്ള DNA ആണ് ഇവരിലുള്ളത്. ഗവേഷകർ ഐഡൻറ്റിക്കലായിട്ടുള്ള ട്വിൻസിൽ ഒരു പഠനം നടത്തി. ഗേകളായിട്ടുള്ള ഐഡൻറ്റിക്കൽ ട്വിൻസിനെയും ഗേ അല്ലാത്ത ഐഡൻറ്റിക്കൽ ട്വിൻസിനെയും എടുത്തു. ഐഡൻറ്റിക്കൽ ട്വിൻസിൽ ഒരാൾ ഗേ ആണെങ്കിൽ രണ്ടാമത്തെ ആൾ ഗേ ആകാനുള്ള സാധ്യത 50%-ലും കൂടുതലാണെന്നാണ് ഈ പരീക്ഷണത്തിലൂടെ കണ്ടെത്തിയത്. അല്ലാതെ നമ്മൾ റാൻഡമായിട്ട് 2 സഹോദരന്മാരെ എടുക്കുകയാണെങ്കിൽ അതിൽ ഒരു വ്യക്തി ഗേ ആണെങ്കിൽ മറ്റേ വ്യക്തി ഗേ ആവാനുള്ള സാധ്യത അത് 10%-ലും താഴെയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഈ മോണോസൈഗോട്ടിക് ട്വിൻസിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഒരേ സൈഗോട്ടിൽ നിന്നും ഉണ്ടായി വന്നിട്ടുള്ള ട്വിൻസ് അവരെ സംബന്ധിച്ചിടത്തോളം 100% ജീൻ സിമിലാരിറ്റി ഉള്ള ഒരു ആളുകളാണ്. അപ്പോൾ അവരിൽ 50%-ന് മുകളിൽ ഈ പറഞ്ഞ ഹോമോസെക്ഷൽ ആകാനുള്ള സാധ്യതകൾ കാണുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് കാണുന്നത് എന്നുള്ളതാണ്. ഇതിൽ ഒന്നാമതായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇദ്ദേഹം ഉദ്ധരിച്ചിട്ടുള്ളത് 1991 കണക്കാണ്. ബെയ്ലി പില്ലാർഡ് നടത്തിയിട്ടുള്ള ആർക്കൈവ്സ് ഓഫ് ജനറൽ സൈക്കാട്രിയിൽ കൊടുത്തിട്ടുള്ളതാണ്. 52% ഈ ഹോമോസെക്ഷൽ ബിഹേവിയർ ഒരാൾക്ക് ഒരു മോണോസൈഗോട്ടിക് ട്വിൻസിൽ ഒരാൾക്ക് ഈ പറഞ്ഞ പിന്നെ ഹോമോസെക്ഷാലിറ്റി ഉണ്ടെങ്കിൽ മറ്റേ ആൾക്ക് ഉണ്ടാവാനുള്ള സാധ്യത 52%-ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഒന്നാമതായി ഈ കണക്ക് അതേപടി നമ്മൾ എടുക്കുമ്പോൾ പോലും മനസ്സിലാവുന്നത് അതിൻ്റെ അർത്ഥം എന്താണ്? അതായത് മോണോസൈഗോട്ടിക് എന്ന് പറഞ്ഞാൽ 100% ജീൻ സിമിലാരിറ്റിയാണ്. അവരുടെ DNA 100% സെയിമാണ്. 100% ജീൻ സിമിലർ ആയിട്ടും രണ്ടാളും ഒരേപോലെ ഹോമോസെക്ഷൽ ആവുന്നില്ല എന്ന് വെച്ചാൽ അവിടെ 100% ഹോമോസെക്ഷൽ ആവാനുള്ള ചാൻസ് ഇല്ല. അതിൻ്റെ അർത്ഥം എന്താ? ജീനിലാണ്, ജീൻ കൊണ്ട് ഒരാൾ ഹോമോസെക്ഷൽ ആവുകയാണെങ്കിൽ 100-ൽ 100 ആളുകളും അങ്ങനെ ആവണ്ടേ? അതായത് ഒരു ട്വിന്ന് ഹോമോസെക്ഷൽ ആണെങ്കിൽ മറ്റേ ട്വിന്നും ഹോമോസെക്ഷൽ ആവാനുള്ള സാധ്യത 100 ആയിരിക്കണം. ജീൻ കൊണ്ടാണ് ഒരാൾ ഹോമോസെക്ഷൽ ആവുന്നതെങ്കിൽ, ജെനറ്റിക്സ് കൊണ്ടാണ് ഒരാൾ ഹോമോസെക്ഷൽ ആവുന്നതെങ്കിൽ. അപ്പോൾ അങ്ങനെ അല്ല എന്നുള്ളതിൻ്റെ തെളിവാണിത്. അപ്പോൾ അദ്ദേഹം ഇത് ഉദ്ധരിക്കുകയാണ്. അപ്പോൾ ഏതായാലും നന്ദിയുണ്ട്. പിന്നെ അങ്ങനെ അതായത് ജീൻ കൊണ്ടല്ല, ജെനറ്റിക്സ് മാത്രമല്ല അവിടെ പ്ലേ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ തെളിവാണെന്ത്? ഈ 100% സിമിലാരിറ്റി ഇല്ല എന്നുള്ളത്, 52% മാത്രമേ ഉള്ളൂ എന്നുള്ളത് ജീൻ കൊണ്ടല്ല അങ്ങനെ ആവുന്നത് എന്നുള്ളതിൻ്റെ തെളിവാണ്. അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ ഇത് 1991 പഠനമാണ്. വീണ്ടും നമ്മൾ പഴയ പഠനങ്ങൾക്കപ്പുറത്ത് പുതിയ പഠനങ്ങളും എടുക്കണം. 2000 എന്ത് ചെയ്തിട്ടുണ്ട്? ജേർണൽ ഓഫ് പേഴ്സണാലിറ്റി ആൻഡ് സോഷ്യൽ സൈക്കോളജിയിൽ പിന്നെ ഡൺ MP അതുപോലെ തന്നെ മാർട്ടിൻ NG, ബെയ്ലി JM അവർ നടത്തിയിട്ടുള്ള പഠനത്തിൽ 20-24 ആണ് ആ പെർസെൻറ്റേജ് കാണിക്കുന്നത്. അതായത് ഒരാൾ ഹോമോസെക്ഷൽ ആണെങ്കിൽ മറ്റേ ആൾ ഹോമോസെക്ഷൽ ആവാനുള്ള സാധ്യത 20-24% ആണെന്നാണ് ലേറ്റസ്റ്റ് സ്റ്റഡീസിൽ. അതായത് 91 സ്റ്റഡീസാണ് അദ്ദേഹം ഉദ്ധരിച്ചത്. 2000 സ്റ്റഡിയിൽ 25%-ന് താഴെയാണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ എനിവേ ആയിക്കോട്ടെ, നമുക്കിനി 50% ആണെങ്കിൽ പോലും അവിടെ നമുക്കത് ഒരു തെളിവ് കിട്ടുകയാണ്. എന്ത്? ഇത് ജെനറ്റിക്സ് കൊണ്ട് മാത്രമല്ല. നമ്മൾ പല ആളുകളും പറയാറുള്ളതെന്ന് വെച്ചാൽ ഇത് ജെനറ്റിക്സ് ആണ്, അവരങ്ങനെയാണ് എന്നുള്ളതാണ് പറയാറുള്ളത്. പക്ഷെ അങ്ങനെയല്ല. പൂർണ്ണമായും ജെനറ്റിക്സ് സിമിലറായ ആളുകളിൽ പോലും എന്തുണ്ട്? വ്യത്യാസങ്ങളുണ്ട്. 50% മാത്രമാണ് അവരുള്ളത്. പല പഠനങ്ങളിലും 25%-നും താഴെയാണെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞു പോയി, പക്ഷേ അത് മനസ്സിലാക്കുക. അതിൻ്റെ അർത്ഥം പൂർണ്ണമായും ജെനറ്റിക്സ് അല്ല ഒരാളുടെ ഹോമോസെക്ഷൽ ആക്കുന്നത്. മാത്രമല്ല ഇനി 50% എന്നുള്ളത് തന്നെ എടുക്കുക. എന്തുകൊണ്ടാണ് ട്വിൻസിൽ ഈവൻ 50% എന്നുള്ള ആ ഒരു കുറച്ച് കൂടിയ ശതമാനം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? അങ്ങനെയാണെങ്കിൽ തന്നെ എന്തുകൊണ്ടാണ് അത് ഉണ്ടാകുന്നത്? നമുക്കറിയാം, ട്വിൻസ് എന്ന് പറയുന്നത് ഏകദേശം ഒരേ സിമിലർ സാഹചര്യത്തിൽ സിമിലറായ എല്ലാ നിലക്കും സിമിലറായ രൂപത്തിലാണ് അവർ പിന്നെ റേസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് ഫാക്ടേഴ്സ്, ജെനറ്റിക് ഫാക്ടേഴ്സ്, മറ്റു കാര്യങ്ങൾ ഒക്കെ അതിൽ ഒരേപോലെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് 100% സിമിലർ ആണെങ്കിലാണ് അവിടെ ജെനറ്റിക്സ് ആണ് അതിൻ്റെ കാരണം. അവരുടെ ജീനിൽ തന്നെ അങ്ങനെയാണ്, അവരൊരിക്കലും മാറ്റാൻ പറ്റില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ 100% വേണമായിരുന്നു മോണോസൈഗോട്ടിക് ട്വിൻസിൽ. ഇത് നമ്മൾ പറയാറുള്ള ആർഗ്യുമെൻ്റാണ്. സുഹൃത്ത് ഇങ്ങോട്ട് പറഞ്ഞത് കൊണ്ട് വളരെ സന്തോഷമുണ്ട്. ആ ഒരു കാര്യം കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ആണും പെണ്ണും എന്ന് പറയുന്ന ഒരു ബൈനറി അല്ല എന്നുള്ള ഒരു വാദത്തിലേക്കാണ്. ആയിക്കോട്ടെ, അത് പലപ്പോഴും LGBT ആക്ടിവിസ്റ്റുകളുടെ ഒരു വാദമാണ്. ഇവിടെ നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ബൈനറി അല്ല എന്നുള്ളതിന്
തെളിവ്, അതായത് ആണ് പെണ്ണ് എന്ന് പറയുന്ന 2 ലിംഗങ്ങളാണ് ഉള്ളത്. നമ്മൾ പറയുമ്പോൾ എന്താണ് നമ്മൾ ഒരു ജെൻഡർ അല്ലെങ്കിൽ ഒരു സെക്സ് എന്നുള്ളതിനൊക്കെ ഒരു മാനദണ്ഡമാക്കി വെക്കുന്നത്. നമ്മൾ ബയോളജിക്കലി സ്പീക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ XXXY പറയാം, അല്ലെങ്കിൽ അതിനും അപ്പുറത്തേക്ക് അതിൻ്റെ SRY ജീൻ ആക്ടിവേഷൻ പറയാം. അതുമല്ലെങ്കിൽ അതേപോലെ തന്നെ അവരുടെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗാമേറ്റുകൾ മാനദണ്ഡമാക്കി പറയാം. ഏതെങ്കിലും ഒരു മാനദണ്ഡം നമ്മൾ ആണ് പെണ്ണ് അല്ലെങ്കിൽ മറ്റ് ജെൻഡറുകൾ എന്ന് പറയുന്നതിന് നമ്മൾ എടുക്കേണ്ടതുണ്ട്. എന്തു മാനദണ്ഡം വെച്ചിട്ടാണ് ആണും പെണ്ണും മാത്രമല്ല എന്ന് പറയുന്നത് എന്നുള്ളത് സുഹൃത്താണ് വിശദീകരിക്കേണ്ടത്. പക്ഷേ ആദ്യം അദ്ദേഹം അത് പറയുന്നത് നമുക്ക് കേൾക്കാം. ചുരുക്കത്തിൽ ആണ് പെണ്ണ് എന്ന് പറയുന്നത് ഒരു ബൈനറി അല്ല. അതായത് 1-0 എന്ന് പറയുന്നത് പോലെ നമുക്ക് ഉറപ്പിച്ച് ആണെന്നോ ഉറപ്പിച്ച് പെണ്ണെന്നോ പറയാൻ സാധിക്കില്ല. ഈ ആണുങ്ങളിൽ തന്നെ ഒരുപാട് ഷെയ്ഡുകളുണ്ട്, പെണ്ണുങ്ങളിലും ഒരുപാട് ഷെയ്ഡുകളുണ്ട്. ഒരു പുരുഷനിൽ സ്ത്രീയുടെ അനേകം ഫീച്ചേഴ്സ് കാണും, അതുപോലെ ഒരു സ്ത്രീയിൽ പുരുഷൻ്റെ അനേകം ഫീച്ചേഴ്സ് കാണും. അപ്പം അദ്ദേഹം പറയുന്ന ആണും പെണ്ണും മാത്രമല്ല, ആയിക്കോട്ടെ ആണും പെണ്ണും മാത്രമല്ല എന്നുള്ളതിന് ദർ ആർ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് എന്നുള്ളത് എങ്ങനെയാണ് തെളിവ്? അതായത് അദ്ദേഹം പറയുന്നത് പേഴ്സണാലിറ്റി ഡിഫറൻസസ് ആണ്. അതായത് എല്ലാ ആണും ഒരുപോലെയല്ല. ആണുങ്ങളിൽ തന്നെ ഈ പൗരുഷം എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. സ്ത്രീത്വം എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലാണ് കാണാൻ സാധിക്കുക. ഈ പേഴ്സണാലിറ്റി ഡിഫറൻസസ് ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഒന്നിലേറെ അല്ലെങ്കിൽ 2-ലേറെ ആണും പെണ്ണും അല്ലാത്ത ഒരുപാട് ജെൻഡറുകളുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാകുന്നത് എങ്ങനെയാണ്? അദ്ദേഹം അത് പറയുന്നില്ല. അപ്പം നമ്മൾ പലപ്പോഴായി നമ്മുടെ ഡിബേറ്റുകളിലൊക്കെ ചോദിച്ചിട്ടുള്ള കാര്യമാണ്, ഓക്കെ 2-ലേറെ ഉണ്ട് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞോളൂ, പക്ഷെ ആദ്യം നിങ്ങൾ ജെൻഡർ എന്താണെങ്കിലും വിശദീകരിക്കണമെന്നുണ്ട്. എന്താണ് ജെൻഡർ, അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക, എന്താണ് അതിൻ്റെ ഒബ്ജക്റ്റീവ് ക്രൈറ്റീരിയ? നമുക്ക് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റീവ് ക്രൈറ്റീരിയ വെച്ചിട്ടല്ലേ നമ്മൾ ഇപ്പോൾ 1 ഉണ്ട് 2 ഉണ്ട് 3 ഉണ്ട് 4 ഉണ്ട് എന്നൊക്കെ പറയാം. അതിൻ്റെ ക്രൈറ്റീരിയ എന്താണ് നമ്മൾ ചോദിച്ചിരുന്നു. അതിന് പലപ്പോഴായി മറുപടികൾ പറയാറില്ല. സുഹൃത്ത് അതിന് ശ്രമിക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യം. പക്ഷേ എനിവേ ഇവിടെ അദ്ദേഹം പറഞ്ഞു വെച്ചാൽ ആണും പെണ്ണും മാത്രമല്ല എന്നാണ്. പക്ഷേ ഇത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് അദ്ദേഹം വേറൊരു കാര്യം വിശദീകരിക്കുമ്പോൾ അദ്ദേഹം ബ്രെയിനിലെ ഡിഫറൻസസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെ അദ്ദേഹം പറയുന്നു ആണിൻ്റെ ബ്രെയിൻ പെണ്ണിൻ്റെ ബ്രെയിൻ. അങ്ങനെ പറയാൻ പാടുണ്ടോ? അങ്ങനെ പറ്റുമോ? കാരണം ആണും പെണ്ണും മാത്രമല്ലല്ലോ ഉള്ളത്, ഒരു സ്പെക്ട്രം അല്ലേ. അപ്പോൾ ആണിൻ്റെ ബ്രെയിൻ പെണ്ണിൻ്റെ ബ്രെയിൻ എന്ന് പറയാൻ പാടുണ്ടോ? അദ്ദേഹം അത് പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. ഒരു പെണ്ണിൻ്റെ തലച്ചോറും ആണിൻ്റെ തലച്ചോറും വ്യത്യസ്തമാണ്. ഒരു പെണ്ണ് ചിന്തിക്കുന്നത് പോലെയല്ല ആണ് ചിന്തിക്കുന്നത്. ആണിൻ്റെയും പെണ്ണിൻ്റെയും ബുദ്ധിശക്തിപരമായിട്ടുള്ള കഴിവിലും വ്യത്യാസമുണ്ട്. മാത്തമാറ്റിക്കലായിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിലും അല്ലെങ്കിൽ ഒരു ദിശ മനസ്സിലാക്കി ഒരു ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നതിലും ഒക്കെ വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ ആണിൻ്റെയും പെണ്ണിൻ്റെയും തലച്ചോറ് വലിയ രീതിയിൽ വ്യത്യസ്തമാണെന്നാണ്. അപ്പോൾ ആണ് പെണ്ണ് എന്ന് പറയുന്നൊരു ബൈനറി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വ്യത്യാസം പറയാൻ തന്നെ പറ്റുള്ളൂ. അപ്പോൾ ഒരു പക്ഷേ അദ്ദേഹം സയൻസ് പറയുന്നിടത്ത് നേരത്തെ പറഞ്ഞ ആ ഒരു തിയറി, ജെൻഡർ തിയറി മറന്നുപോയതായിരിക്കാം, കുഴപ്പമില്ല. പക്ഷേ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ആണ് പെണ്ണ് എന്നുള്ളതൊരു വ്യത്യസ്തമാണെന്ന്, അവർ തലച്ചോറുകൾ വ്യത്യസ്തമാണ്. പക്ഷേ ഇത് അദ്ദേഹം പറഞ്ഞ് ജെൻഡേർഡ് ബ്രെയിൻ ആണ് പറയുന്നത്. ആണും പെണ്ണിൻ്റെ തലച്ചോറ് എൻ്റയർലി ഡിഫറൻ്റ് ആണ്. മാത്തമാറ്റിക്കൽ എബിലിറ്റിയിൽ അതോ ജിയോഗ്രഫിക്കൽ എബിലിറ്റിയിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. സ്റ്റെമ്മുമായി റിലേറ്റഡ് ആയിട്ട് ഒരുപാട് സ്റ്റഡീസ് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇതൊക്കെ ഇദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്ന LGBT ഐഡിയോളജിക്കാരും ഫെമിനിസ്റ്റ് ഐഡിയോളജിക്കാരും അംഗീകരിക്കുമോ എന്നുള്ളതൊരു വിഷയമാണ്. ഇത്തരം പഠനങ്ങളൊക്കെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് എന്നുള്ളതാണ് പലപ്പോഴും പറയാറുള്ളത്. ഈ ജെൻഡേർഡ് ബ്രെയിനുമായി ബന്ധപ്പെട്ടുള്ള ആണിൻ്റെയും പെണ്ണിൻ്റെയും തലച്ചോറുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങൾ പലതും നിർത്തിവെക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇത് ഇത്തരത്തിൽ അത് ജെൻഡേർഡ് ബ്രെയിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞാൽ അത് നമ്മൾ പറയുന്ന തിയറികൾക്ക് അനുഗുണമല്ല എന്ന രൂപത്തിൽ പലപ്പോഴും അതിൻ്റെ ഫണ്ടിങ് ഒക്കെ നിർത്തിവെക്കാറുണ്ട്. അപ്പോൾ എനിവേ സുഹൃത്ത് വളരെ നിഷ്കളങ്കമായി അതിൻ്റെ സയൻസ് പറഞ്ഞപ്പോൾ പറഞ്ഞു പോയതാണ്. അപ്പോൾ എനിവേ ഇത് പറയുമ്പോൾ സയൻസൊക്കെ വിശദീകരിക്കുമ്പോൾ ആർക്കും പറഞ്ഞു പോകുന്നൊരു കാര്യമാണ് ആണും പെണ്ണും ഉണ്ട്, അവരുടെ തലച്ചോറുകൾ വ്യത്യസ്തമാണ്. ഒരു ബൈനറി വെച്ചിട്ട് തന്നെയാണ് നമ്മൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നുള്ളത് സുഹൃത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും പറയാനുള്ളത്. പിന്നെ നമ്മൾ ഈ ഹോമോസെക്ഷുവാലിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ പറയുമ്പോൾ അതിൽ അദ്ദേഹം ഈ രൂപത്തിൽ ഇങ്ങനെ പറയാണ്. നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഹോമോസെക്ഷുവാലിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡിബേറ്റിൽ ഇവിടെ എന്താണ് ഇരു കൂട്ടരുടെയും വാദം എന്നുള്ളതാണ്. ഹോമോസെക്ഷുവാലിറ്റി അത് ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ആ തോട്ടാണ്. ആ തോട്ടിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ, ഹോമോസെക്ഷൽ ബിഹേവിയറുകൾ, അത്തരത്തിലുള്ള ലൈംഗിക ബന്ധങ്ങൾ, ഇത്തരം കാര്യങ്ങൾ ഇത് ശരിയാണ്, ധാർമ്മികമായി മോറലായി ശരിയാണ് എന്ന് ഒരു വിഭാഗം വാദിക്കുന്നു, അത് ശരിയല്ല എന്ന് വേറൊരു വിഭാഗം വാദിക്കുന്നു. ഇതാണ് ഇവിടെയുള്ള ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇറ്റ്സ് എ മോറൽ ക്വസ്റ്റ്യൻ. ഇതൊരു ധാർമ്മികതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണ്. ഇതൊരിക്കലും ഒരു സയൻറ്റിഫിക് ക്വസ്റ്റ്യൻ അല്ല. സയൻറ്റിഫിക് ക്വസ്റ്റ്യൻ വരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ജീനിലുണ്ടോ, അതുപോലെ തന്നെ അത് മാറ്റാൻ പറ്റൂലേ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഓക്കെ. പക്ഷേ ഇത് ശരിയോ തെറ്റോ എന്നുള്ളത് ഒരിക്കലും ശാസ്ത്രത്തിന് പറയാൻ പറ്റുന്നൊരു കാര്യമില്ല. ശാസ്ത്രം പറയാൻ ശ്രമിച്ചെടുത്ത് വരുത്തിയിട്ടുള്ള അബദ്ധങ്ങൾ നേരത്തെ പറഞ്ഞു. പക്ഷേ ശാസ്ത്രമല്ല, സയൻസ് ഈസ് മോറലി ന്യൂട്രൽ. സയൻസ് ഒരിക്കലും ഒരു മൊറാലിറ്റി പറയുന്ന ഒരു കാര്യമല്ല. നമ്മൾ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതിനപ്പുറത്ത് ഇന്നത് ശരിയാകുന്നു ഇന്നത് തെറ്റാകുന്നു എന്ന് പറയാനുള്ള ഒരു
ഒരു മാനദണ്ഡമാക്കി, ധാർമ്മികതയുടെ മാനദണ്ഡമാക്കി വെക്കാൻ പറ്റുന്ന ഒന്നല്ല സയൻസ് എന്ന് ആദ്യമായി മനസ്സിലാക്കുക. അതാണ് ഏറ്റവും പ്രധാനം. ഇവിടെ ഹോമോസെക്ഷുവാലിറ്റി അല്ലെങ്കിൽ ഹോമോസെക്ഷൽ ആക്റ്റുകൾ അപ്പോൾ ഒരാൾക്ക് തോന്നുന്നു എന്നുള്ളത് അത് അയാളുടെ കൺട്രോളിലല്ല എന്നുണ്ടെങ്കിൽ ആരും അത് തെറ്റാണെന്ന് പറയുന്നില്ല. മറിച്ച് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ, ഹോമോസെക്ഷൽ ആക്റ്റുകൾ, അത്തരത്തിലുള്ള ലൈംഗിക ബന്ധങ്ങൾ അത് തെറ്റാണെന്ന് പറയുന്ന ആളുകൾ അത് മോറലി തെറ്റാണെന്നാണ് പറയുന്നത്. അത് ധാർമ്മികപരമായി തെറ്റാണ്. അത് തെറ്റാണെന്ന് പറയാൻ അവർക്ക് അവരുടേതായ ധാർമ്മികതയുടെ അടിസ്ഥാനങ്ങൾ ഉണ്ടാകും. ഇവിടെ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ആളുകൾ അവരെ പോയി കൊല്ലണം, തല്ലണം, അല്ലെങ്കിൽ അവരെ ഇല്ലാതാക്കണം എന്നൊന്നും അല്ല പറയുന്നത്. അത് ചെയ്യുന്ന ആളുകൾക്ക് പിന്നെ നിയമപരമായി അതിനുള്ള അവകാശങ്ങളുണ്ടെങ്കിൽ അവരെ ചെയ്തോട്ടെ. പക്ഷേ ഞങ്ങളത് തെറ്റാണെന്ന് പറയുന്നു. ഇതുപോലെ ഇവിടെ മദ്യപിക്കൽ ഇവിടെ അനുവദനീയമാണ്, നിയമപരമായി അനുവദനീയമാണ്. അത് ചെയ്യുന്നവർ ചെയ്തോട്ടെ. പക്ഷേ ഞാൻ പറയുന്നു, മദ്യപാനം എന്ന് പറയുന്നത് നിയമപരമായി അംഗീകരിക്കപ്പെട്ടതാണെങ്കിലും ഞാനത് ധാർമ്മികമായി തെറ്റാണെന്ന് മനസ്സിലാക്കുന്നു. അതേപോലെ തന്നെ വ്യഭിചാരം, അവിഹിത ബന്ധങ്ങൾ, ഇത് നിയമപരമായി അതിന് സാധുതയുണ്ടായേക്കാം, അത് ചെയ്യുന്നവർ ചെയ്തോട്ടെ. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നു അത് തെറ്റാണ്. ഇതേപോലെ തന്നെയാണ് ഹോമോസെക്ഷാലിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വവർഗരതി ചെയ്യുന്ന ആളുകൾ. അത് അവർക്ക് നിയമപരമായി അത് ഓക്കെ ആണെങ്കിൽ ജനാധിപത്യ രാഷ്ട്രത്തിൽ അതിന് അവകാശങ്ങളുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നു അത് തെറ്റാണ്, അത് ധാർമ്മികപരമായി തെറ്റാണ് എന്ന് ഞാൻ മനസ്സിലാക്കും. അതിന് എനിക്ക് എൻ്റേതായ ന്യായങ്ങളുണ്ട്. അവിടെ ആ ധാർമ്മികപരമായ ചോദ്യത്തെ അല്ലെങ്കിൽ ആ ഒരു പൊസിഷനെ ചോദ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ധാർമ്മികപരമായിട്ടാണ് ചോദ്യം ചെയ്യേണ്ടത്. എന്തുകൊണ്ട് അത് മോറലി തെറ്റാകുന്നു? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ധാർമ്മികതയ്ക്ക് കൃത്യമായ അടിസ്ഥാനങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇവിടെയുള്ള മതമില്ലാത്ത ആളുകൾക്ക്, ലിബറലുകൾക്ക്, അവർക്ക് ധാർമ്മികതയ്ക്ക് അവരുടേതായ അടിസ്ഥാനങ്ങളുണ്ട്. നമുക്കത് പരിശോധിച്ച് നോക്കാം. ഇവിടെയുള്ള ലിബറലുകൾ അല്ലെങ്കിൽ മതമില്ല എന്ന് പറയുന്നവർ പറയുന്ന ധാർമ്മികതയുടെ അടിസ്ഥാനം യൂട്ടിലിറ്റേറിയനിസം പോലെയുള്ള അടിസ്ഥാനങ്ങൾ വെച്ച് ഇത് ധാർമ്മികമായി ശരിയോ തെറ്റോ എന്നുള്ളത് നമുക്ക് പരിശോധിച്ച് നോക്കാം. മതപരമായി ശരിയോ തെറ്റോ എന്നുള്ളത് പരിശോധിച്ച് നോക്കാം. അതാണ് ഒരു മോറൽ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നടത്തേണ്ട ഡിബേറ്റ്. അല്ലാതെ പിന്നെ ജീനിലുണ്ട്, ആയിക്കോട്ടെ, ജീനിലുണ്ട് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞത് തള്ളിപ്പോയത് നമ്മളിവിടെ പറഞ്ഞു. ഇനി ജീനിലുണ്ടെന്ന് വെക്കുക, തലച്ചോറിലുണ്ടെന്ന് വെക്കുക, അവരങ്ങനെയാവുമെന്ന് വെക്കുക. എന്നാൽ തന്നെ എന്താണ് ഇവിടെ ജീനിൽ പലതരത്തിലുള്ള ചിന്താഗതികളുള്ളവരുണ്ടാകും, പലതരത്തിൽ തലച്ചോറ് വയേർഡായ രൂപത്തിൽ തന്നെ പലതരം ചിന്താഗതികളുള്ളവരുണ്ടാകും. പക്ഷേ അങ്ങനെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അത് മോറലാകുമോ? പലതരത്തിലുള്ള പാരാഫീലിയാസ്, അതിനൊക്കെ ജെനറ്റിക് മാർക്കേഴ്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് പല പഠനങ്ങളിലും കാണാൻ സാധിക്കും. പാരാഫീലിയാസ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ പൊതുവേ നമ്മൾ ഈ തെറ്റായ സെക്ഷൽ പ്രാക്ടീസസ് അല്ലെങ്കിൽ സെക്ഷൽ തോട്ട്സ് എന്നൊക്കെ നമ്മൾ പറയുന്ന പലതരത്തിലുള്ള പീഡോഫീലിയ ആകട്ടെ, സൂഫീലിയ ആകട്ടെ, ബെസ്റ്റിയാലിറ്റി ആകട്ടെ, അത്തരത്തിലുള്ള പല ചിന്തകൾ, അതിനൊക്കെ ജെനറ്റിക് മാർക്കേഴ്സ് ഉണ്ട് എന്നുള്ള പഠനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്ന് വെച്ച് നമ്മൾ ആരെങ്കിലും അതൊക്കെ ശരിയാണെന്ന് പറയുമോ? ഇല്ലല്ലോ. അപ്പോൾ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ക്വസ്റ്റ്യൻ ഈസ് മോറൽ ക്വസ്റ്റ്യൻ. അത് ശരിയോ തെറ്റോ എന്നുള്ളതാണ്. അതിൻ്റേതായ മാനദണ്ഡങ്ങളിൽ വേണം നമ്മൾ ഡിബേറ്റ് ചെയ്യാൻ. അപ്പോൾ ആ രൂപത്തിൽ കൂടി സുഹൃത്ത് അതിനെ വിശദീകരിക്കാനും അല്ലെങ്കിൽ ആ രൂപത്തിൽ കൂടി ചിന്തിക്കാനും തയ്യാറാവണം എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. പിന്നെ അദ്ദേഹം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഹോമോസെക്ഷുവാലിറ്റി നാച്ചുറലാണ് എന്ന് പറയാനാണ്. അതിന് അദ്ദേഹം പറയുന്ന വാദം എന്താണ് എന്നുള്ളത് സ്ഥിരം കേൾക്കുന്ന വാദം തന്നെയാണ്. എന്നാലും ഒന്നുകൂടി നമുക്ക് കേൾക്കാം. സ്വവർഗ അനുരാഗം അല്ലെങ്കിൽ സ്വവർഗ ലൈംഗികത അത് ഒരു പ്രകൃതി വിരുദ്ധമായിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ വാസ്തവത്തിൽ അത് പ്രകൃതി വിരുദ്ധമല്ല. പ്രകൃതിയിൽ ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. ഗേകളായിട്ടുള്ള അല്ലെങ്കിൽ സ്വവർഗാനുരാഗികളായിട്ടുള്ള സിംഹങ്ങളെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ലെസ്ബിയൻസ് ആയിട്ടുള്ള ജിറാഫുകളെ കണ്ടെത്തിയിട്ടുണ്ട്. ഡോൾഫിനുകളിൽ നമ്മൾ സ്വവർഗാനുരാഗം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ഒരു കാര്യമാണ്. സ്വവർഗരതി പ്രകൃതി വിരുദ്ധമാണ് എന്ന് പറയുമ്പോൾ അല്ല, പ്രകൃതിയിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വാദം സ്ഥിരമായി നമ്മൾ കേൾക്കുന്നതാണ്. നമ്മൾ ഒരു DYFI നേതാവുമായി നമ്മൾ നടത്തിയിട്ടുള്ള സംവാദം നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അതിൽ ഈ വാദം അദ്ദേഹം ഉദ്ധരിക്കുകയും നമ്മളതിന് കൊടുത്ത മറുപടിയൊക്കെ നമ്മുടെ ചാനലിൽ ഓൾറെഡി അവൈലബിൾ ആണ്. അപ്പോൾ ഇനി ഞാൻ കൂടുതൽ അത് വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഇതിൽ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, എന്താണ് ഇങ്ങനെ പറയുന്ന ആളുകളുടെ വാദം, എന്താണ് അവരുദ്ദേശിക്കുന്നത് എന്നുപോലും നോക്കാതെയാണ് പലപ്പോഴും ഇത്തരം വാദങ്ങൾ ഇവർ പറയുന്നത്. ഇവർ പറയുന്നത് വെച്ചാൽ ഹോമോസെക്ഷാലിറ്റി പ്രകൃതിയിലുണ്ട്. ഇവിടെ നമ്മൾ പറയുന്നത് എന്താ, അല്ലെങ്കിൽ ഈ ഹോമോസെക്ഷൽ ആക്റ്റുകൾ, സ്വവർഗരതി തെറ്റാണെന്ന് പറയുന്ന ആളുകൾ പറയുന്ന വാദം എന്താ? ഇവിടെ പ്രകൃതിയിൽ ഒരു തരത്തിലും ഇല്ലാത്തൊരു കാര്യം എന്ന നിലക്കാണോ? അല്ല. നമ്മൾ പറയുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് മനുഷ്യപ്രകൃതത്തിൽപ്പെട്ടതല്ല. മനുഷ്യൻ്റെ പ്രകൃതി എന്ന് പറയുന്നത് ആണും പെണ്ണും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റുന്ന രൂപത്തിലാണ് മനുഷ്യൻ്റെ പ്രകൃതം. ആ മനുഷ്യൻ്റെ പ്രകൃതത്തിനോട് യോജിക്കാത്തൊരു കാര്യമാണ് എന്ന നിലക്കാണ് പ്രകൃതി വിരുദ്ധം എന്നൊക്കെ അത് ഉപയോഗിക്കുന്ന ആളുകൾ ഉപയോഗിക്കുന്നത്. നമുക്കത് അങ്ങനെ തന്നെ ടേം ഉപയോഗിക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. പക്ഷേ മനുഷ്യൻ്റെ പ്രകൃതത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ പറയാണ് മൃഗങ്ങളിലുണ്ട്. നമ്മൾ ശരിക്കും മൃഗങ്ങളിലുള്ളതൊക്കെ പ്രകൃതിപരമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അംഗീകരിക്കുമോ? അങ്ങനെ അംഗീകരിക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സംഗതി കുറച്ച് പ്രശ്നത്തിലാകും.
നമ്മൾ പൊതുവേ പറയുന്നത് എന്താ മാനവികത അല്ലെങ്കിൽ മനുഷ്യത്വം അല്ലെങ്കിൽ മനുഷ്യനാവുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പൊതുവെ മൃഗങ്ങളിൽ നിന്നും കുറച്ച് ഉയരുക എന്നുള്ള അർത്ഥത്തിലാണ്. മൃഗങ്ങളിലുള്ളതൊക്കെ പ്രകൃതിപരമാണെന്ന് പറഞ്ഞ് നമ്മൾ അംഗീകരിക്കാൻ നിന്നാൽ എന്തൊക്കെ അംഗീകരിക്കേണ്ടി വരും? പലപ്പോഴും നമ്മൾ സ്ഥിരമായി പറയുന്നതാണ് ചില ഷാർക്ക് സ്പീഷീസിൽ ആൺ ഷാർക്ക് പെൺ ഷാക്കിനെ കുറച്ചുകൂടി ബലം പ്രയോഗിച്ചുകൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കാണാൻ പറ്റും. ദാറ്റ് മീൻസ് നമ്മുടെ ടെർമിനോളജി പറയുകയാണെങ്കിൽ റേപ്പ് ചെയ്യുന്നത് നമുക്ക് ആനിമൽ ലോകത്ത് കാണാൻ സാധിക്കും. റേപ്പ് ആനിമൽസ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ആരെങ്കിലും പറയോ റേപ്പ് പ്രകൃതിപരമാകുന്നു എന്നാരെങ്കിലും പറയോ? അതേപോലെ തന്നെ ചില എട്ടുകാലികൾ അവരവരുടെ കുട്ടികളെ പ്രസവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? അവർ ആ കുട്ടികളെ തിന്നുകളയും. എട്ടുകാലികൾ മാത്രമേ, മറ്റ് പല സ്പീഷീസിലും നമുക്കത് കാണാൻ സാധിക്കും. കുറച്ച് കുട്ടികളൊക്കെ ആ അമ്മ തന്നെ അങ്ങ് തിന്നുകളയും. ഇത് കാണിച്ചുകൊണ്ട് ഒരാൾ വന്നിട്ട് പറയാണ്, കണ്ടോ അമ്മ കുട്ടികളെ തിന്നുക എന്ന് പറയുന്നത് പ്രകൃതിപരമാണ്, എന്നിട്ട് നാളെ മുതൽ ലേബർ റൂമിൽ നിന്നും ഈ കുട്ടികളെ അൽഫാമാക്കി കഴിച്ചാൽ അങ്ങനെ ഉണ്ടാവും. ഇത് നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പറയുന്നതിന് ഒരു യുക്തിയും ന്യായമൊക്കെ നമ്മൾ നോക്കണ്ടേ? പ്രകൃതിപരം എന്ന് പറഞ്ഞാൽ നമ്മളെന്താ മനുഷ്യൻ്റെ പ്രകൃതത്തിന് അത് യോജിക്കുന്നതാണോ എന്നുള്ളതാണ് അവിടെ നോക്കുന്നത്, അല്ലാതെ ആനിമൽസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതല്ല. വന്യമൃഗങ്ങൾ പല വന്യമായ കാര്യങ്ങളും ചെയ്യും, അതുകൊണ്ടല്ല വന്യമൃഗങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ മറ്റ് മൃഗങ്ങൾ, നാൽക്കാലികൾ, അവർ പലതും ചെയ്യും. അവർ ചെയ്യുന്നതല്ല മനുഷ്യനത് ധാർമ്മികമാണോ അല്ലേ എന്നുള്ളതിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത്. മനുഷ്യൻ അവൻ്റെ ധാർമ്മികത എന്ന് പറയുന്നത് അതിന് വേറെ മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങളോട് യോജിക്കുന്നില്ല എന്നുള്ളതാണ് അതിനെ പ്രകൃതി വിരുദ്ധം എന്നൊക്കെ വിശേഷിപ്പിക്കാൻ തന്നെ കാരണം. അപ്പോൾ അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ കുറച്ചുകൂടിയൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ഈ ആനിമൽസിൻ്റെ ഇടയിൽ ഹോമോസെക്ഷുവാലിറ്റി ഉണ്ട് എന്നൊക്കെ പറയുന്നത് പലപ്പോഴും വളരെ രസകരമാണ്. അതിനെക്കുറിച്ച് കൂടുതൽ വായിക്കാൻ ശ്രമിച്ചാൽ മനസ്സിലാകുമെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയുക, മുഖം തമ്മിൽ ഉരസുക, അതുപോലെ തന്നെ വാലുകൾ പരസ്പരം ഉരസുക, അല്ലെങ്കിൽ ലൈംഗിക അവയവങ്ങൾ പരസ്പരം ഉരസുക പോലെയുള്ള കാര്യങ്ങളെ അടക്കം ഹോമോസെക്ഷൽ ബിഹേവിയർ ആണെന്ന് പറഞ്ഞ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇത്ര സ്പീഷീസിലുണ്ട് എന്നൊക്കെ പലപ്പോഴും പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ചില സ്പീഷീസിന് അവർക്ക് അവരുടെ റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ഫേസ് ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് അറിയാലോ, നമ്മുടെ ചില സമയത്തൊക്കെ തെരുവ് നായ്ക്കൾ അവരുടെ ഒരു റീപ്രൊഡക്റ്റീവ് ഫേസിൽ അവർ ഭയങ്കര സെക്ഷലി ആക്റ്റീവായിരിക്കും. ആ സെക്ഷലി ആക്റ്റീവായിരിക്കുന്ന സമയത്ത് അവർക്ക് ഓപ്പോസിറ്റ് സെക്സിലുള്ള അവരുടെ ഇണകളെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സെയിം സെക്സിലുള്ളവരോട് തന്നെ അതെങ്ങനെയെങ്കിലും തീർക്കാനൊക്കെ ശ്രമിക്കും. നമ്മുടെ നാട്ടിലൊക്കെ ഈ പട്ടികൾ അവർ ഒരു പരിധിക്കപ്പുറത്തേക്ക് അത്തരം സെക്ഷൽ ആക്ടിവിറ്റിയൊക്കെ കാണിക്കുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെയാണോ മനുഷ്യൻ ഈ ഹോമോസെക്ഷുവാലിറ്റി ചെയ്യുന്നതിന് അത് പ്രകൃതിപരമാണെന്നൊക്കെ പറയുന്നതിന് നമുക്ക് തെളിവായിട്ട് പറയേണ്ടത്? അതൊക്കെ ശരിയാണോ എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ പറയുന്നത് മനുഷ്യൻ മൃഗമാകാനല്ല, മനുഷ്യനാവാനാണ് ശ്രമിക്കേണ്ടത്. മനുഷ്യന് അവൻ്റെ ധാർമ്മികതയ്ക്ക് അതിൻ്റേതായ അളവുകോലുകളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. പിന്നെ അദ്ദേഹം വേറെ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് ശാസ്ത്രീയമായി നമുക്കാർക്കും അഭിപ്രായ വ്യത്യാസങ്ങളില്ലാത്ത കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് പല സിൻഡ്രോംസ് ഉണ്ട്. കാരണം XXXY എന്നുള്ളത് നോർമലി അങ്ങനെയാണ് സംഭവിക്കുക. നോർമലി XXും XYയും, XX പൊതുവെ പെണ്ണാകും, XY പൊതുവെ ആണാകും എന്നുള്ള അതിനനുസരിച്ചാണ് അതിൻ്റെ സെക്സ് ഡിറ്റർമിനേഷൻ നടക്കുക. അതിൽ ചില അനോമലീസ് സംഭവിക്കാം. ചില തരത്തിലുള്ള പലതരത്തിലുള്ള സിൻഡ്രോംസ് നമ്മൾ കാണാറുണ്ട്. ആ സിൻഡ്രോംസ് ഉണ്ടാകും. അത് റെയറായിട്ടാണെന്നുണ്ടെങ്കിൽ പല ആളുകളിലും കാണും. അത്തരത്തിലുള്ള കാര്യങ്ങൾ, ശാരീരികമായി തന്നെയുള്ള വ്യത്യാസങ്ങളെ നമ്മൾ വിളിക്കുന്നത് ഇൻ്റർസെക്സ് എന്നാണ്. എൻ്റെ സുഹൃത്തിന് മാറിപ്പോയതാണോ എന്നറിയില്ല, ട്രാൻസ്ജെൻഡർ വേറെയാണ്, ഇൻ്റർസെക്സ് വേറെയാണ്. ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു മെയിൽ ബോഡിയിൽ ഫീമെയിലായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ട്രാൻസ്ജെൻഡർ. ഒരിക്കലും ഈ പറഞ്ഞ സിൻഡ്രോംസ് ഒന്നും ട്രാൻസ്ജെൻഡറിൽ പെടുന്നതല്ല. അത് പലപ്പോഴും ഇൻ്റർസെക്സിലാണ് പെടുന്നത് നമ്മൾ മനസ്സിലാക്കുക. പല ആളുകളിലും 2 ലിംഗങ്ങളുമുള്ളവർ, അതുപോലെ തന്നെ പുരുഷൻ്റെ ലിംഗവും സ്ഥാനവും ഉള്ളവർ, അങ്ങനെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ എന്താണ് ഈ പറഞ്ഞ ഇൻ്റർസെക്സ് ആണ്. ഇൻ്റർസെക്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ അടക്കം വാദം എന്താണ് എന്ന് സുഹൃത്ത് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇൻ്റർസെക്സ് എന്നുള്ളത് ഒരു ബയോളജിക്കൽ കണ്ടീഷനാണ്. അതിന് സർജറി ചെയ്ത് മാറ്റാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ അടക്കം പൊസിഷൻ. ഇൻ്റർസെക്സിൻ്റെ അത്തരത്തിലുള്ള കാര്യങ്ങളോട് ആരും ഇവിടെ വിയോജിച്ചിട്ടില്ല. ഇവിടെ വിഷയം ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞ് പൂർണ്ണമായും ആണായ ഒരാൾ പെണ്ണായി പറയാൻ പറ്റുമോ എന്നുള്ളതാണ്. അതിലേക്ക് ഈ വിഷയം മിക്സ് ചെയ്ത് പറയാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ആ വിഷയത്തിൽ പ്രത്യേകം പറയാനുള്ളത്. പിന്നെ അദ്ദേഹം ചെയ്യുന്നത് ഈ XXXY എന്നുള്ളത് അത് അങ്ങനെ തന്നെ ആവില്ല. അതിൽ SRY ജീൻ ആക്ടിവേഷനൊക്കെ സംഭവിക്കുന്നതാണ്. അത് ശരിയായൊരു കാര്യമാണ്, അതിലൊന്നും ആർക്കും തർക്കമില്ല. അതും നമ്മുടെ വിഷയവുമായി ബന്ധമില്ലാത്തൊരു കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. SRY ജീൻ ആക്ടിവേഷനെ കുറിച്ച് നമ്മൾ തന്നെ പലപ്പോഴായി പറയാറുണ്ട്. കാരണം ഒരു XY, അതിൽ Yയുടെ
SRY ജീൻ ആക്ടിവേറ്റ് ആയാൽ മാത്രമേ അയാൾ പൂർണ്ണമായി ഒരു പുരുഷനായിക്കൊണ്ട് പുരുഷൻ്റെ ബീജമായിക്കൊണ്ട് വളരുകയുള്ളൂ എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ തന്നെ നമ്മുടെ മുമ്പുള്ള വീഡിയോകളിലൊക്കെ അത് വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് വിശദീകരിക്കുന്നത് നിങ്ങൾ കേട്ടോളൂ. അതിനുശേഷം നമ്മളത് വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇസ്ലാമിക വിശ്വാസപ്രകാരം തന്നെ അത് അങ്ങനെ തന്നെയാണെന്നുള്ളത് കൂടി മനസ്സിലാക്കി. ക്രോമസോം XY ക്രോമസോം ആണെങ്കിൽ അതൊരു പുരുഷനായിരിക്കും, XX ക്രോമസോം ആണെങ്കിൽ അതൊരു സ്ത്രീ ആയിരിക്കും. പക്ഷേ ഇത് എല്ലായ്പ്പോഴും കൃത്യമാകണമെന്നില്ല. XY ക്രോമസോമുള്ള പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളുമുണ്ട്, XX ക്രോമസോമുള്ള പുരുഷന്മാരുമുണ്ട്. XY ക്രോമസോമിലെ Y ക്രോമസോം നമുക്കെടുക്കാം. Y ആണ് പുരുഷനെ സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ പുരുഷനാകാൻ കാരണമായി മാറുന്നത് Yയുടെ പ്രവർത്തനങ്ങളാണ്. Y ക്രോമസോമിൽ അടങ്ങിയിരിക്കുന്ന ഒരു ചെറിയ ഭാഗമാണ് SRY മാസ്റ്റർ ജീൻ. സെക്സ് ഡിറ്റർമിനിങ് റീജിയൻ Y ക്രോമസോം എന്നാണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം. ഈ SRY മാസ്റ്റർ ജീനാണ് ശരിക്കും പുരുഷനെ ഉണ്ടാക്കുന്നത്. SRY മാസ്റ്റർ ജീൻ ഒരു പ്രോട്ടീനെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. TDF അല്ലെങ്കിൽ ടെസ്റ്റിസ് ഡിറ്റർമൈനിങ് ഫാക്ടർ എന്നാണ് ആ ഒരു പ്രോട്ടീൻ്റെ പേര്. ഈ പ്രോട്ടീൻ SOX9 പോലെയുള്ള ജീനുകളെ ഉൽപ്പാദിപ്പിക്കുന്നു. SOX9 പോലെയുള്ള ജീനുകളാണ് ജെനിറ്റൽ ബഡ്സിനെ പുരുഷന്മാരുടെ ലൈംഗിക അവയവങ്ങളായിട്ടുള്ള ബീജവാഹിനി കുഴൽ, ലിംഗം, വൃഷ്ണം തുടങ്ങിയവയാക്കി മാറ്റുന്നത്. ജെനിറ്റൽ ബഡ്സ് അത് ഒരു ഭ്രൂണം ഉണ്ടാകുന്ന ഘട്ടത്തിൽ തന്നെ ആ ഭ്രൂണത്തിലുണ്ട്. അപ്പോൾ ഇതിനൊന്നും ആർക്കും തർക്കമില്ല. ഇതൊക്കെ നമ്മളും സ്ഥിരമായി പറയുന്നൊരു കാര്യമാണ്. സെക്സ് ഡിറ്റർമിനേഷൻ എപ്പോൾ നടക്കും എന്നുള്ളത് ഒരു പ്രധാന ചോദ്യമാണ്. പൊതുവേ നമ്മൾ നോർമലി പറയുന്നത് വെച്ചാൽ ആ ഫസ്റ്റ് സെല്ല് ഉണ്ടാകുമ്പോൾ തന്നെ XX അല്ലെങ്കിൽ XY ആകും. XX എന്ന് പറഞ്ഞാൽ ഫീമെയിലാണ്, XY എന്ന് പറഞ്ഞാൽ മെയിലാണ്. ഇതാണ് നോർമലി സംഭവിക്കുക. എന്നാൽ അതേ സമയത്ത് അതിൻ്റെ ഒരു കുറച്ചുകൂടി കൃത്യമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ആ Y ക്രോമസോമിലെ XRY ജീൻ ആക്ടിവേഷൻ കൂടി സംഭവിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുക, ഈ പറഞ്ഞ പൂർണ്ണമായി അത് മെയിലായി വളരുക അല്ലെങ്കിൽ അത് ഫീമെയിലാകുക എന്നുള്ള ഒരു സംഭവം. ഇതൊക്കെ നമ്മൾ സ്ഥിരമായി പറയുന്നൊരു കാര്യമാണ്. മാത്രമല്ല ഇതിൽ വളരെ കൃത്യമായൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇത് പഠിക്കാൻ ശ്രമിച്ചാൽ ഈ SRY ജീൻ ആക്ടിവേഷൻ നടക്കുന്നത് 6ാം വീക്കിലാണ്, 6th വീക്കിലാണ്. എന്ന് വെച്ചാൽ ഏകദേശം ഒരു 41 to 46 ആ ഒരു ദിവസത്തിനിടയിലാണ് എന്നുള്ളതാണ് ശാസ്ത്രം പറയുന്നത് SRY ജീൻ ആക്ടിവേഷൻ. ഇത് നമ്മൾ നമ്മുടെ വീഡിയോകളിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇസ്ലാമിക വിശ്വാസപ്രകാരം നമുക്ക് സ്വഹീഹ് മുസ്ലിമിലെ 2645 ഹദീസായിട്ട് നമുക്ക് ബുക്ക് ഓഫ് ഡെസ്റ്റിനിയിൽ അതായത് കിതാബുൽ ഖദറിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു മനുഷ്യൻ്റെ സെക്സ് ഡിറ്റർമിനേഷൻ നടക്കുന്നത് എപ്പോഴാണ്? വെൻ 42 നൈറ്റ് പാസ് ആഫ്റ്റർ ദ സെമൻ ഗെറ്റ് ഇൻ ടു ദ വൂം. അതായത് 42ാമത്തെ ദിവസം ഈ പറഞ്ഞ ഈ പിന്നെ സെക്ഷൽ കോണ്ടാക്റ്റ് നടന്ന് അതായത് ആ ഒരു സൈഗോട്ട് ഫോം ചെയ്ത് 42ാമത്തെ ദിവസമാണ് ആണ് പെണ്ണ് എന്നുള്ളത് വേർതിരിക്കുന്നത് എന്നുള്ളതാണ്. പലപ്പോഴും പല ആളുകൾക്കും മുമ്പൊക്കെ ഒരു സംശയമായിരുന്നു, 42ാമത്തെ ദിവസമാണോ ഇത് നിശ്ചയിക്കപ്പെടുന്നത് എന്നുള്ളതൊക്കെ പല ആളുകളുടെയും സംശയമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ശാസ്ത്രം വളരെ മുന്നോട്ട് പോയപ്പോൾ നമുക്കടക്കം ബോധ്യപ്പെട്ടൊരു കാര്യമാണ് എന്ത്, ഈ പറഞ്ഞ 6th വീക്കിലാണ് ഈ ഒരു ഫൈനൽ ആയി നമ്മളുടെ ഒരു സെക്സ് ഡിറ്റർമിനേഷൻ നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ എനിവേ അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രം. ഞങ്ങൾ തന്നെ ഇത് വളരെ വിശദീകരിച്ച് പറയാറുണ്ട്. ഇതൊന്നും നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ റദ്ദ് ചെയ്യുന്നതോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യമല്ല. 42ാമത്തെ ദിവസമാണ് സെക്സ് പൂർണ്ണമായും ഡിറ്റർമിൻ ചെയ്യപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ട്രാൻസ്ജെൻഡറിസവുമായി ബന്ധപ്പെട്ടോ ഹോമോസെക്ഷുവാലിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഉള്ള നമ്മൾ പറയുന്ന കാര്യങ്ങളെ റദ്ദ് ചെയ്യുന്നതോ അതിനെ അനുകൂലിക്കുന്നതോ പ്രതികൂലിക്കുന്നതോ ആയ ഒരു കാര്യമേ അല്ല ഇത്. ഡിറ്റർമിനേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സയൻസ് മാത്രമാണത്. അത് ആകട്ടെ നമ്മളടക്കം മുന്നേ പറയുന്നൊരു കാര്യമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും പല ആളുകളും ഈ പിന്നെ ക്രോമസോമുകളല്ല ഈ നമ്മുടെ സെക്സിൻ്റെ ഒരു മാനദണ്ഡമായി പറയേണ്ടത്, അത് ഗാമേറ്റുകളാണ്, പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗാമേറ്റുകളാണ് ഒരാളാണോ പെണ്ണോ എന്ന് തിരിച്ചറിയാനുള്ള ഡെഫിനിറ്റ് മാർക്കർ എന്ന് പല ആളുകളും വാദിക്കാൻ തന്നെ കാരണം ഈ ഒരു കാരണം കൊണ്ടാണ്. XY ആണെങ്കിലും ഇങ്ങനെ സംഭവിക്കാം എന്നുള്ളതുകൊണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പൊതുവെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം തന്നെയാണ്. എന്നാൽ ഇസ്ലാമികമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വളരെ കൃത്യമായി തന്നെ ഹദീസുകളിൽ ഈ ദിവസമടക്കം ഇത്രയും സ്പെസിഫിക് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളത് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അത് എങ്ങനെയാണ് അത്രയും കൃത്യമായി പറയാൻ സാധിക്കുക എന്നുള്ള ക്വസ്റ്റ്യൻ അതൊക്കെ നമ്മളെ കൂടുതൽ ആലോചിപ്പിക്കേണ്ടതുണ്ട്, ചിന്തിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. അപ്പോൾ എനിവേ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യം വളരെ ക്ലിയർ ആണ്. ജെനറ്റിക് ആണെങ്കിൽ തന്നെ ഈവൻ ബ്രെയിനിൽ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ മോറൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് തിങ്. അങ്ങനെ ഒരാൾ പ്രകൃതിപരമായി അങ്ങനെ മാത്രമേ ആവുള്ളൂ എന്നുള്ള വാദങ്ങൾ സയൻസ് തള്ളിക്കളഞ്ഞതാണെങ്കിലും അത് വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ പോലും അവിടെ അതിൻ്റെ മൊറാലിറ്റിയാണ് വിഷയം. ഒരാൾക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ കൂടി അത് തെറ്റാണെങ്കിൽ
അത്തരം പ്രവർത്തികളിൽ നിന്ന് വിട്ടു നിൽക്കണം. ഇതാണ് പൊതുവെ ഏതൊരു തെറ്റിനെ പറ്റി എന്നതുപോലെ ഹോമോസെക്ഷുവാലിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും നമ്മൾ പറയുന്നത്. ഇത്തരം വിഷയങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. സമൂഹത്തിൽ അത് കേവലമായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസുകളുടെ പിന്നാലെ പോകുക എന്നുള്ളതിനപ്പുറത്ത് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. അത്തരം വിഷയങ്ങൾ പഠിക്കാനുള്ള ഏറ്റവും നല്ല റെഫറൻസ് ആണ് നമ്മുടെ ചാനലിലുള്ള ആ വിഷയങ്ങൾ നടന്ന സംവാദങ്ങൾ. അത് കൂടുതൽ അറിയാൻ ശ്രമിക്കുക, പഠിക്കാൻ ശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഇത്തരം വീഡിയോകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.